ബൈക്കിൽ പെട്രോൾ അടിച്ചതിന് ശേഷം ബാക്കി തുക നൽകാൻ വൈകിയെന്നാരോപിച്ച വയോധികനായ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവമുണ്ടായത്. 70 വയസ്സോളം പ്രായമുള്ള പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 19 വയസ്സുകാരായ 2 യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട കോട്ടാങ്ങൽ കുളത്തൂർ സ്വദേശി അജു അജയൻ, പുല്ലാട് ബിജു ഭവനിൽ ബിനു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 12:30 ഈ സംഭവം ഉണ്ടാകുന്നത്. 3 യുവാക്കളാണ് ഒരു ബൈക്കിൽ ഈ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നത്. ബൈക്കിന് നമ്പർ പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പമ്പിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത്. ഇവിടേക്ക് എത്തിയതിനു ശേഷം 50 രൂപയ്ക്ക് പെട്രോൾ നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. പമ്പിലുണ്ടായിരുന്ന ഏതാണ്ട് 70 വയസ്സോളം പ്രായമുള്ള മണി എന്ന ജീവനക്കാരൻ, അദ്ദേഹം 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നൽകുകയും ചെയ്തു. ഇതിനുശേഷം 500 രൂപയാണ് ഇവർ പമ്പിലേക്ക് നൽകിയത്. ഈ 500 രൂപയുടെ ബാക്കിയായ 450 രൂപ നൽകാൻ വൈകിയെന്ന് ആരോപിച്ചാണ് ഈ മർദ്ദനം ഉണ്ടായത്. ഇവർ ഈ വാഹനം ഈ പമ്പിന്റെ പുറത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഈ 3 യുവാക്കളിൽ 2 പേർ ഈ പമ്പിനകത്തേക്ക് കയറി വരികയും ഈ പമ്പ് ജീവനക്കാരനായ മണിയെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇതിനുശേഷം മറ്റുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയ സമയത്ത് ഈ യുവാക്കൾ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത വാഹനത്തിലാണ് ഈ യുവാക്കൾ എത്തിയതെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പക്ഷേ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. 2 പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പയ്യൻ പെട്രോൾ അടിക്കാൻ വന്നപ്പം മണി എന്ന് പറയുന്ന ചേട്ടൻ ചോദിച്ചു എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കേണ്ടത്. അന്നേരം പറഞ്ഞ് 50 രൂപയ്ക്കാന്ന്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം കാല് ചേട്ടൻ്റെ ദേഹത്ത് മുട്ടിയപ്പോൾ പറഞ്ഞ് ഇങ്ങനെയാണോ ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ ചില്ലറ കൊടുക്കാൻ താമസിച്ചെന്നും പറഞ്ഞ് ബാക്കി കൊടുക്കാൻ താമസിച്ചെന്നും പറഞ്ഞ് വണ്ടി പുറത്ത് വെച്ചിട്ട് വന്നിട്ട് മണിച്ചേട്ടനെ ഇടിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത്. കണ്ണാടിയെല്ലാം തല്ലി പൊട്ടിക്കുകയും ഫോൺ തല്ലി താഴെ ഇടുകയൊക്കെ ചെയ്തു. ഇന്നലെ വൈകുന്നേരമായപ്പം അവർ അമ്മയും ചേട്ടനും കൂടി ഇവിടെ വന്നു. മർദ്ദിച്ച ആളിൻ്റെ അമ്മയും ചേട്ടനും കൂടെ വന്നപ്പം പറഞ്ഞു കേസ് പിൻവലിക്കണമെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോയി. നമ്മളോട് വന്ന് പറഞ്ഞിട്ട് പോയി കേസ് പിൻവലിക്കുക, എൻ്റെ മോൻ അടിച്ചില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് 70 വയസ്സോളം പ്രായമുള്ള വയോധികനായ ഒരു പമ്പ് ജീവനക്കാരനാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള 2 യുവാക്കളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചതെന്നുള്ളതാണ്. രാത്രി 12:30 ഈ കാണുന്ന പമ്പിലേക്ക് എത്തുന്നു. 50 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്ധനം നിറച്ചതിന് ശേഷം 500 രൂപ നൽകുന്നു. അതിൻ്റെ ബാക്കിയായ 450 രൂപ നൽകാൻ അല്പം വൈകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. എന്താണെങ്കിലും മർദ്ദിച്ചതിന് ശേഷം ഇവിടുന്ന് കടന്നു കളഞ്ഞ ആ പ്രതികളെ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പിടികൂടുകയായിരുന്നു. അവരെ കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.